എന്തൊക്കെയുണ്ട് വിശേഷം സരയൂ? സുഖാണ് ഹരിയേട്ടാ. വിവേകിന്റെ അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലാ. ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോയതാ. ആഹാ, മോനെ കൊണ്ടുവന്നില്ലേ? ഹോസ്പിറ്റലിൽ പോകുന്നോണ്ട് മോനെ കൊണ്ടുവന്നില്ല. ഓ, പണ്ടത്തെ പോലെ അല്ലെന്നേ. പിള്ളേർക്ക് അസുഖം അടുത്തോട് പോയാൽ മതി, അതങ്ങ് കേറി പിടിക്കും. അതുകൊണ്ട് ആശുപത്രി പോകുമ്പോ പിള്ളേരെ കൂടി കൊണ്ടുപോകാതിരിക്കുന്നതാ നല്ലത്. മോളെവിടെ മായേ? അകത്തുണ്ട്. മീര, ആ മോക്കുള്ളതായത്. ഓ, സാധനങ്ങൾക്ക് എന്താ വില! റോക്കറ്റ് വിടുന്ന പോലെ ദിവസം വില കൂടുന്നത്. പുറത്തിറങ്ങി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ആധാരം പടയം വെക്കണം. മോള്, ആഹാ, സാവിത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ആ, ശബ്ദം കേട്ടപ്പോ തോന്നി സുലോചനയായിരിക്കുമെന്ന്. ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. ഞങ്ങൾ ഈ ഭാഗത്തോട്ട് എവിടെ പോയാലും ഇവിടെ കയറി നിങ്ങളൊക്കെ കണ്ടിട്ടേ പോകും. അല്ലാതെ ഞങ്ങളെ കാണാൻ നിങ്ങളാരും അങ്ങോട്ട് വരാറില്ലല്ലോ. ദേ, ലോകം മുഴുവനും മരുന്ന് വിൽക്കാൻ ഓടി നടക്കുന്നവനാ ഇവൻ. വീട്ടിന്റെ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ വന്നാലും ഇവൻ വീട്ടിലേക്കൊന്നും കയറാറില്ല. എനിക്കിപ്പോ ആ ഏരിയ ഒന്നും അല്ല അമ്മായി, അതാ ഞാൻ വരാത്തത്. എന്നാലും നിനക്ക് വണ്ടിയില്ലേ? ആകെയുള്ളൊരു അമ്മായിയല്ലേ ഞാൻ. നിനക്ക് വെറുതെ എങ്കിലും എന്നെ കാണാനൊന്ന് വരാമല്ലോ. അതും ഇല്ല. എടി മായക്കൊച്ചെ, നീ വേണം ഇതൊക്കെ ഇവന് പറഞ്ഞു കൊടുക്കാൻ. ഇവന് സ്വന്തം ബന്ധം എന്നൊക്കെ പറയാൻ ഞാൻ മാത്രമേ ഇപ്പോഴുള്ളൂ. ഉള്ള കാലത്തോളം ഇങ്ങനെ കണ്ടും മിണ്ടിയൊക്കെ ഇരുന്നാൽ അതൊരു സന്തോഷമായിട്ട് ബാക്കിയുണ്ടാവും. ഇവളങ്ങ് വലിയ കുട്ടിയായല്ലോ. ഇവള് കുഞ്ഞായിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് ഇപ്പോഴാ കാണുന്നത്. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. മിടുക്കി. വന്ന വഴി ഇവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ. ഞങ്ങൾ ഉടനെ ഇറങ്ങുക, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുമ്പോ ത്രിസന്ധ്യ കഴിയും. വിളക്ക് വെക്കണ നേരം ആകുമ്പോഴേക്കും വീട്ടിലെത്തണം. എന്തായാലും ഇത്രയും സമയമായില്ലേ, ഇനി ഊണൊക്കെ കഴിച്ചിട്ട് പോവാ. അതെ, അത് മതി. ഞങ്ങളൊരു മുന്നറിയിപ്പില്ലാതെ വന്നിട്ട് ഊണൊക്കെ കഴിക്കാൻ നിന്നാൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒന്ന് കൈയും കാലും മുഖവും ഒക്കെ കഴുകി 5 മിനിറ്റ് വിശ്രമിക്കുമ്പോഴേക്കും എല്ലാം റെഡിയായിരിക്കും. വാ, അകത്തേക്ക് ഇരിക്കാം. കേറി വാ. വാ. കേട്ട സാവിത്രി, പണ്ട് ഞാൻ വാരി കൊടുത്താലേ ഇവൻ കഴിക്കുള്ളൂമായിരുന്നു. അതിന് ഇവൻ ചേച്ചിയോട് വഴക്കുണ്ടാക്കുമായിരുന്നു. പിന്നെ ഞാൻ എതിരെ പോയാലും കൂടെ വരും. ഇവന്റെ അമ്മ ഇവനെ എടുത്തുകൊണ്ട് നടന്നതിനേക്കാൾ കൂടുതൽ ഞാനാണ് ഇവന്റെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളത്. ഇപ്പൊ അവന് ഒന്നിനും സമയമില്ല. ഇവനെ ഒന്ന് കാണണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരണം. ഹാ, അല്ലെങ്കിൽ ആമ്പിള്ളേര് വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ബന്ധങ്ങളൊക്കെ മറന്നു തുടങ്ങും. അച്ഛനെ അമ്മയെ മറന്നുപോകും. പിന്നല്ലേ അമ്മായി. അമ്മായി രാവിലെ പരാതിപ്പെട്ടി എടുത്തോണ്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നല്ലോ. ഇതൊന്നും പരാതിയല്ലടാ, സത്യം തന്നെയാ. അമ്മ ഹരിയേട്ടന്റെ കാര്യം പറയാത്ത ഒരു ദിവസം പോലും വീട്ടിലില്ല. ഹരിയേട്ടനാവാൻ വിവേകേട്ടനെ പഠിപ്പിക്കല അമ്മയുടെ മെയിൻ ജോലി. ഹരി അങ്ങനെയാ, ഹരി ഇങ്ങനെയാ, നിനക്ക് അതുപോലൊക്കെ ആയാലും എന്താന്ന് ചോദിക്കും.